ഡിസംബർ 8 മലയാള നാടക ചലച്ചിത്ര കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച വിഖ്യാത നാടകകൃത്ത് തോപ്പിൽ ഭാസിയുടെ ഓർമ്മദിനം. ചരിത്രത്തിൽ നിന്ന് മലയാള നാടകവേദിയെ ജനകീയമാക്കിയ പ്രതിഭ തോപ്പിൽ ഭാസി. നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, നിയമസഭാംഗം എന്നീ നിലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ തോപ്പിൽ ഭാസി 1946 പുന്നപ്ര വയലാർ സമരത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനായി ഒളിവിൽ കഴിയുന്ന കാലത്താണ് തൻ്റെ ആദ്യ നാടകമായ മുന്നേറ്റം എഴുതുന്നത്. തൊട്ടു പിന്നാലെ കേരളത്തിലെ രാഷ്ട്രീയ കലാരംഗത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഇതിഹാസ നാടകവും അദ്ദേഹം രചിച്ചു. 1952 ഡിസംബർ 6 KPSCയുടെ രണ്ടാമത്തെ നാടകമായി ഇത് അരങ്ങിലെത്തി. 4000-ലധികം വേദികളിൽ അവതരിപ്പിച്ച് റെക്കോർഡിട്ട ഈ നാടകം KPSCക്ക് ഒരു മേൽവിലാസം നേടിക്കൊടുത്തു. നാടകങ്ങൾ രാഷ്ട്രീയ പ്രബോധനത്തിനുള്ള ഉപകരണമായി ഉപയോഗിച്ച ഭാസിയുടെ തൂലികയിൽ നിന്ന് മുടിയനായ പുത്രൻ, പുതിയ ആകാശം, പുതിയ ഭൂമി, അശ്വമേധം, ശരശയ്യ തുടങ്ങിയ നിരവധി അനശ്വര സൃഷ്ടികൾ പിറന്നു. കുഷ്ഠരോഗം ബാധിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ജീവിതം നേരിട്ടറിഞ്ഞുകൊണ്ടാണ് ദേശീയ പുരസ്കാരം നേടിയ അശ്വമേധം എന്ന നാടകത്തിന് അദ്ദേഹം കഥയെഴുതിയത്. രാഷ്ട്രീയത്തിന്റെ ചൂട് കലയിൽ നേർപ്പിച്ച് ഉറക്കമിളച്ച കേരളത്തിനായി അരങ്ങുകൾ ഒരുക്കിയ ഈ അതുല്യ പ്രതിഭ 1992 ഡിസംബർ 8 മരണപ്പെട്ടു.